നമ ശിവായ. ഇപ്പം നാഗങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നിർമ്മലാനന്ദ സ്വാമി പറയുന്നൊരു കാര്യമാണ്, നാഗം എന്ന് പറയുന്നത് മിന്നൽ രക്ഷാചാലകങ്ങൾ കൂടിയാണ്. അതായത് പാമ്പുകാവുള്ള ഒരു തൊടിയിൽ ഇടിമിന്നൽ ഏൽക്കില്ല എന്നാണ് ശരിക്കും അതിൻ്റെ സിസ്റ്റത്തിലാണ് ഇരിക്കണമെങ്കിൽ. ഏൽക്കില്ല എന്ന് മാത്രമല്ല, ആ ഇടിമിന്നലിൽ നിന്നും ഊർജം സ്വീകരിച്ച് പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കാനും ഭൂമിയിലെ മൂലകങ്ങളെ നിധിയാക്കി മാറ്റാനും കഴിയുന്ന കഴിവ് കൂടി യഥാർത്ഥത്തിൽ നാഗക്കാവിനുണ്ടെന്നാണ്. അപ്പോൾ ഇതിന് സയൻറ്റിഫിക് പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ, നിർമ്മലാനന്ദ സ്വാമി ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അദ്ദേഹം ഗ്രന്ഥം കൊണ്ടുവരുമായിരുന്നു. അദ്ദേഹം അറിയാതെയൊന്നും പറയില്ല. ഞാനൊക്കെ ഈ കേട്ട കഥകൾ പറയും. നിർമ്മലാനന്ദ സ്വാമി അടിസ്ഥാന ഗ്രന്ഥത്തിലാണെന്ന് പറയില്ല. ബാലാനന്ദ സ്വാമി, നിർമ്മലാനന്ദ സ്വാമി എന്നും ഗ്രന്ഥങ്ങളിൽ അതൊരു കാര്യം പറയില്ല. അവരാണ് ശരിക്കും വിദ്വാന്മാർ. അല്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് 100%. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ആദിവാസി പറഞ്ഞു കേട്ടു, അവിടെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞത്. നിർമ്മലാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞ ഒരു സംശയം വേണ്ട, അതിൻ്റെ വലിയ അടിസ്ഥാന ഗ്രന്ഥം ഉണ്ടായിരിക്കും. ബാലാനന്ദ സ്വാമിയെ പോലെ തന്നെ കൃഷ്ണമാർജി എന്ന് പറഞ്ഞ ബാലാനന്ദ സ്വാമി ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞത് കൃത്യമായിട്ട് ആ ഗ്രന്ഥം വെച്ചിട്ട് ആ ശ്ലോകം ചൊല്ലി തരും. അതിനൊന്നും വെറുതെ ഒന്നും പറയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നാഗത്തിൻ്റെ ഒരു സങ്കല്പം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എന്ന് പറയാം. അപ്പോൾ നാഗങ്ങൾ നേരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട്, അപ്പോൾ ഈ നാഗപ്പുറ്റുകൾ പലയിടത്തും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചില ആളുകൾ തട്ടിക്കളയാറുണ്ട്, ചിലർ തട്ടിക്കളഞ്ഞുകൂടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ ചില പ്രദേശങ്ങളെ ഈ സർപ്പൻറ്റൈൻ ഫീൽഡുകൾ അല്ലെങ്കിൽ സർപ്പ ഫീൽഡുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സർപ്പ ഫീൽഡുകളിൽ നമ്മൾ വീട് വയ്ക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇതിനെ ശരിയായ രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്യാനും കണ്ടെത്താനുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിദ്യകളുണ്ടോ? പാമ്പുപുറ്റ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതിനെക്കുറിച്ച് അറിവുള്ളവർ ഇപ്പോൾ സാധാരണ മഷ്റൂം കണ്ടറിയോ? നല്ല കൂൺ കണ്ടറിയോ? അത് കുറേ കൂണുണ്ടായി നിൽക്കുന്നത്. അതിൽ നല്ല കൂണുണ്ടെങ്കിൽ കണ്ട തിരിച്ചറിഞ്ഞത് വെച്ച് കറി വെച്ച് കഴിക്കാൻ ധൈര്യമില്ലല്ലോ. കാരണം അല്ലെങ്കിൽ മരിച്ചു പോകും. അതുപോലെ തന്നെ പാമ്പും പുറ്റും പുറ്റും കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കത് കണ്ടത് പാമ്പ് പുറ്റാണ് തൊണ്ടാ പറയും. ചില ഏരിയകളിൽ പുറ്റുപോലും വരാത്ത രീതിയിൽ ചില ഏരിയകൾ പറയുന്നുണ്ടല്ലോ. പാമ്പ് വസിക്കുന്ന, ഉദാഹരണത്തിന് പാമ്പ് വസിക്കുന്ന ഭൂമിയുടെ മുകളിൽ നമ്മൾ വീട് വെച്ചാൽ നമുക്ക് ഒരു കാലത്തും സ്വസ്ഥയും സമാധാനം ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെ പോലെ ജ്യോതിഷത്തിലൂടെയാണ് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് നാഗങ്ങളോട് തന്നെ മാറാൻ പറഞ്ഞവർ മാറും. അല്ലാണ്ട് അവർ മാറി തരാത്തവരൊന്നല്ല. നിങ്ങൾ ഏറ്റവും ഉത്തമമായ സ്ഥലത്തേക്ക് മാറണം എന്ന് അവരോട് പ്രാർത്ഥിച്ച് പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ കൊടുത്ത സ്ഥലത്തേക്ക് അവർ വരും. അപ്പോൾ നമ്മൾ നല്ലൊരു വൃക്ഷം തീരുമാനിക്കുക, അവിടെ പാമ്പുകളുടെ സ്ഥലമാണെന്ന് തീരുമാനിച്ചാൽ അതിർത്തി കെട്ടി തിരിച്ചിട്ട് ശുദ്ധമായി സൂക്ഷിക്കുക. മാസങ്ങളോളം കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർ ഭൂമിയുടെ അടിയിലൂടെ സഞ്ചരിച്ച് അങ്ങോട്ട് വരും. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് പിന്നെ പരിഹാരം ചെയ്ത് ബന്ധിക്കാനും ഒഴുക്കാനും ആവാഹിക്കാനും നിൽക്കരുത്. കാരണം അവർ ഭൂമിയിലുള്ളതാണ് കാലങ്ങളായിട്ട്. ഈ ബന്ധനത്തിൻ്റെ കാര്യം ഈ അയ്യപ്പൻ ഇപ്പോൾ അഷ്ടബന്ധനം വന്നു എന്നുള്ള രീതിയിൽ വന്നൊന്നും വന്നില്ല എന്നുള്ള രീതിയിൽ ഈ ആചാര്യന്മാർ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ബന്ധിച്ചിട്ടുണ്ട്, എല്ലാ കാവുകളും ബന്ധിച്ചിട്ടുണ്ട്, എല്ലാ ദേവതയും ബന്ധിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ദേവതകളെയും തിരുനാവായിൽ നിന്നും അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇത് കഴിഞ്ഞപ്പോഴേ മാഘമഹോത്സവം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യപ്പന് അവിടെ മോചനം കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും മോചനം. അപ്പോൾ ഇത് ചെയ്യുന്ന ആരായിരിക്കും? ഈ പറയുന്ന അത്രയും പവർഫുള്ളായ ആൾക്കാരുണ്ടോ? ഉണ്ടായിരുന്നു. ഒരു ചുറ്റഴിക്കുമ്പോൾ 9 ചുറ്റുന്നതാണ് ബന്ധനത്തിൻ്റെ ശാസ്ത്രം. കഴിക്കാൻ നോക്കിയാൽ കഴിയില്ല. അത് ഈ അറബിക് മാന്ത്രിക സമ്പ്രദായം ബന്ധനമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. പാമ്പ് കൊണ്ടാണ് ബന്ധിക്കുന്നത്. ഹിന്ദുക്കൾ തന്നെയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒരു പാമ്പിനെ കൊണ്ട് ചുറ്റിട്ടുണ്ട്, ഞാനത് അഴിക്കാൻ വേണ്ടി എടുത്തിട്ട് പിടിച്ചു, ആ പാമ്പ് എന്നെ ചുറ്റും. അടുത്ത കൈ കൊണ്ട് അഴിക്കാൻ നോക്കി എൻ്റെ മറ്റേ കൈ ചുറ്റും, കാലുകൊണ്ട് ചോട്ടം നോക്കിയാൽ കാല് ചുറ്റും. അതുകൊണ്ട് ഒരു ചുറ്റഴിക്കുമ്പോൾ 9 ചുറ്റുന്നതാണ് മന്ത്രം തന്നെ. അത് അഴിക്കാൻ പറ്റില്ല. പണ്ട് 60 വർഷം മുമ്പ് ചെയ്തിട്ട് പോയാണെങ്കിൽ അഴിക്കാൻ പറ്റില്ല. ഞാൻ അഴിച്ചു എന്ന് വിചാരിക്കുക, ഒരു 3 മാസം കഴിയുമ്പോഴേക്കും പുറത്തോടെ വീണ്ടും ചുറ്റുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കുലങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ പറയുന്ന കേവന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ കുലത്തിലേക്ക് കയറി നോക്ക്, എണ്ണം കൂടിയിട്ടുണ്ടോ നോക്കൂ. കുലത്തിൽ എണ്ണം കൂടിയിട്ടുണ്ടോ, കുലം ഐശ്വര്യത്തിലാണോ, തറവാടുകൾ എണ്ണം കൂടിയിട്ടുണ്ടോ നോക്കൂ. മരിക്കുന്നത് ഊർജ്ജം മരിച്ചിട്ടാണോ മരിക്കണം നോക്കൂ. അയാളുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ അയാൾ ഒരു ദിവസം പെട്ടെന്ന് കണ്ട് ഇറങ്ങി പോരും. അയാളങ്ങനെ വലിച്ച ആശുപത്രിയിൽ കൊമ്പും കൊള്ളായിട്ട് കിടന്ന് മരിക്കില്ല. കർമ്മശുദ്ധി അങ്ങനെയാണ് തെളിയുക. അതുകൊണ്ടാണ് ഭാരതം പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത്. കാരണം മരണം അവൻ്റെ വിധിയാണ്. പിന്നെ അത് വീണ്ടും കയറി മറിച്ച് തലക്കടിച്ചു വന്നാലും അവൻ്റെ വിധിയാണ്. അവന് തലക്കടിക്കാനുള്ള ആൾ പുറകെ വരുന്നുള്ളതാണ് വിശ്വാസം. പക്ഷെ അത് മോഡേൺ കാലത്ത് അത് പ്രായോഗികമാണെന്ന് വെച്ചാൽ അല്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം, കുറ്റവാളിയെ കണ്ടുപിടിക്കണം, അതൊക്കെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടതാണ്. പക്ഷേ ഭാരതം
അറിവില്ലാത്തതുകൊണ്ടല്ല പോസ്റ്റ്മോർട്ടം കണ്ടുപിടിക്കാൻ. ഇത് മുഴുവൻ കണ്ടുപിടിക്കാവുന്ന രാജ്യത്തിന് പോസ്റ്റ്മോർട്ടം. അത് ചകഞ്ഞ് പോകണ്ട, മരണം കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു, അടുത്ത വണ്ടിയിലാവും കയറി എന്നല്ല. ഓക്കെ, അപ്പം ഇനിയിപ്പം ചോദിക്കാൻ സമയം കൂടെ പ്രശ്നമാണല്ലേ? ഒന്ന് അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല വല്ലതും ചോദിക്കേണ്ടി ചോദിച്ചല്ലോ, ചോദിക്കേണ്ടതല്ലോ. ചോദിക്കാനോട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും അടുത്തൊരു സെലക്ഷനിൽ ഇരിക്കാം, അങ്ങോട്ട് അവിടെ വരിക. അപ്പോൾ ഈ മാഹത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പൂജകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? 19 സഹകരികളുണ്ടായിരുന്നു, വിവിധ സമ്പ്രദായക്കാരുടെ എല്ലാ കുലങ്ങളിലെയും എല്ലാ ആചാരങ്ങളും വെച്ചിട്ട് ത്രികാലത്തിലും അതിലും അധികവും പൂജകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന പഴയതുപോലെ പവർഫുൾ ആയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കാണാനായിട്ട് സാധിക്കും. കിട്ടുന്നില്ല, അതുകൊണ്ടാണല്ലോ ഭുവനേശ്വരിയുടെ ലേഖനം എഴുതിയപ്പോഴേക്കും പല വീട്ടിലും ഭുവനേശ്വരി വന്നത്. അത് ഞാൻ എഴുതിയോണ്ട് വന്നതല്ല, വന്നിട്ടുണ്ട്. പക്ഷെ ഇനി അവർ ഓർമ്മിപ്പിക്കാനാണ് ഈ ലേഖനം. അത് വായിച്ചത് അവർക്ക് ഭുവനേശ്വരി ഓർമ്മ വന്നു. പണ്ട് തറവാട്ടിൽ ഉണ്ടായിരുന്നതാണ്, ഭുവനേശ്വരി പ്രത്യക്ഷമായി. ഭുവനേശ്വരിയുടെ ബന്ധനം മാറിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങ് ചെയ്യുന്ന എന്തൊക്കെ ക്രിയകളാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നോർമലി എന്ത് തരത്തിലുള്ള ആളുകൾക്കാണ് അങ്ങനെ സമീപിക്കാൻ പറ്റുക? എൻ്റെ അടുത്ത് ഒന്നിനും ശ്രമിച്ചിട്ടും കാര്യമില്ല. എൻ്റെ അറിവില്ല, കാശില്ല, അധികാരമില്ല. ഞാൻ ഒരു സംഘടനയിലെ അംഗമല്ല, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പോലും അല്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം വായ്പുട്ട് മാത്രമേ ഉള്ളൂ. വർത്താനം പറയാം, എത്ര മണിക്കൂർ വേണം വർത്താനം പറയാം, എത്ര മണിക്കൂർ പ്രശ്നം. ഏതൊക്കെ വഴികളിലെ ഒരു വഴി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു? ഒരു വഴിയും കാണിച്ചു കൊടുക്കാൻ ഞാൻ ആരുമില്ല. അവനവൻ്റെ വഴി, എൻ്റെ അനുഭവം ഞാൻ പറയാം. എനിക്കിങ്ങനെയാണ് അനുഭവം, നിങ്ങൾക്ക് അത് ആയിക്കോളണമെന്നില്ല. ഈ മടമ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മടമ്പിന് ഞാൻ ഒരിക്കൽ ചെന്നിട്ടുണ്ട്. അദ്ദേഹം കള്ള് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്, കുടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. സിഗരറ്റ് മുമ്പിലേക്ക് വെച്ച് കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. പുല്ലും മൈക്കോലെ കണ്ട് വേണോ ചോദിച്ചു, വേണ്ട പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും അദ്ദേഹം പറയുന്നത് തമാശ എന്നോടും പറഞ്ഞു, ഇവിടെ ഉണ്ട് കുറേ എണ്ണം, അവരെയൊക്കെ തൊഴുത്തിലാക്കിയിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ പലരോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടു. അല്ല, സംഭാഷണ ശൈലിയിൽ പലപ്പോഴും ആ ഒരു കടന്നു വരുന്നുണ്ട്, പല ബന്ധം അങ്ങനെയാണോ എന്നാണ് ചോദിച്ചത്. ശരി. അപ്പോൾ എന്തായാലും പിന്നെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നായിരുന്നു, പിന്നെ ഇടയ്ക്ക് അതങ്ങോട്ട് മാറിപ്പോയതാണ്. അപ്പോൾ ഈ അടുത്ത കുംഭമേള കേരളത്തിൽ എന്നായിരിക്കും? അതിനെക്കുറിച്ച് എന്തെങ്കിലും അടുത്ത വർഷം ഉണ്ട്. പിന്നെ മഹാമാഘം കേരള കുംഭമേള എന്ന് അറിയപ്പെട്ടതാണ്. മഹാമാഘ മഹോത്സവം. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു അങ്ങനെ ഒന്ന്? മാഘമാസം എന്ന് പറയുന്നത് ഫാൽഗുന മാസവും പിന്നെ പൗഷമാസം, അതിനിടയിൽ ശകവർഷത്തിലെ മാസത്തിനിടയിൽ വരുന്നതാണ് മാഘമാസം. ആ മാഘമാസം എന്നത് മാസങ്ങളിലെ പുണ്യമാസമാണ്. ദേവതകൾ ഉത്തരായണത്തിലേക്ക് കടന്ന് ദേവതകളെല്ലാം ഉണർന്ന് സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പ്രയാഗ് പോലുള്ള സ്ഥലങ്ങളിൽ, അങ്ങനത്തെ പല സ്ഥലങ്ങളിലും അമൃതിൻ്റെ സാന്നിധ്യം വരുന്നതായതുകൊണ്ട്, ഇവിടെ ഗംഗയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും, അവിടെ ഗംഗയിൽ അമൃത് ഉണ്ടെങ്കിൽ ഇവിടെയും ഗംഗയിൽ അമൃത് വരണം. ആ പ്രഭാവം ഈ ഗംഗയ്ക്കും വരണം. ഇവിടെ ഗംഗയുടെ സാന്നിധ്യം വരുന്നത് എങ്ങനെയാണ്? സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം ത്രിമൂർത്തി മലയിലാണ്. അവിടെ ഗംഗാനദി വരാനൊരു കാരണമുണ്ട്, കഥയുണ്ട്. അത്രി മഹർഷിയുടെയും അനസൂയ മഹർഷിയുടെയും കഥയുണ്ട്. അപ്പോൾ ആ ഗംഗയിൽ അമൃതമുള്ള ഒരു സമയമാണ്. സപ്തനദികളുടെ സാന്നിധ്യമുണ്ട്. ഗംഗ ഭാരതത്തിലെ എല്ലാ നദികളെയും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഭാരതപ്പുഴയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതപ്പുഴ എന്ന പേര് വന്നിരിക്കുന്നത്. ലോകത്തെവിടെയും അല്ല ഇന്ത്യയിലെവിടെയും ഭാരതപ്പുഴ എന്ന പേരിലൊരു പുഴയില്ല. അപ്പോൾ ആ പുഴയുടെ തീരത്ത് നടക്കുന്ന നദി ഉത്സവം എന്ന് പറയുന്നത് ഭാരതം സംഖ്യയാണല്ലോ. ഇന്ത്യപ്പുഴയാണ് നല്ലത്. നമ്മൾ രാഹുലിന് അങ്ങനെ പറയാൻ സാധ്യത. അപ്പോൾ സമസ്ത ദേവതകളും അതിൽ പങ്കെടുത്തിരുന്നു. അവിടെ യാഗം നടന്ന ഭൂമിയാണ്. കേരളത്തിൻ്റെ ഇലക്ഷൻ നടന്നത് പണ്ട് ചേരമാൻ പെരുമാൾ പോലുള്ള രാജാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടെയാണ്. വിദ്വൽ സംഗമങ്ങൾ, ശാസ്ത്ര സംവാദങ്ങൾ, നവയോഗി സംവാദങ്ങൾ, യജ്ഞങ്ങൾ, മറ്റ് വിദ്വൽ സഭകൾ, സദസ്സുകൾ, കലാപ്രകടനങ്ങൾ, സാംസ്കാരികോത്സവം, കായിക പ്രകടനങ്ങൾ, സൈനിക പ്രകടനങ്ങൾ, ഒപ്പം ബജറ്റ് അവതരണം. ഇത്രയും നടന്ന ഒരു സ്ഥലം 45 ദിവസത്തെ ആഘോഷം അവിടെ വെച്ചിട്ട് അടുത്ത 12 വർഷം ആര് ഭരിക്കണമെന്ന് കേരളം തീരുമാനിച്ചിരുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇതാണ് 273 വർഷം, 271 വർഷം ആണത് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് സർക്കാർ പൂർണ്ണമായും നിരോധിച്ചതിന് ശേഷം. അതിനു മുമ്പും ഹൈദരാലിയും ടിപ്പുവും എല്ലാവരും അവരെ കൊണ്ടാവുന്ന രീതിയിൽ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇത് ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സമ്പ്രദായം എന്തെന്ന് ആലോചിച്ചോണം ഇത്ര കാലം ജനതാ പെരുമാളുടെ കാലത്ത്. അപ്പോൾ അതിനെ തകർക്കാൻ നോക്കി തകർത്തു. ഇന്നത് തിരിച്ചു വന്നിരിക്കുക. ചില സന്മനസ്സുകൾ ഒന്ന് വിളക്ക് വെച്ചു, ഒരു ഗണപതി ഹോമം നടത്തി, നീളാരതി ഒന്ന് നടത്തി നോക്കി, അങ്ങനെ 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 വിത്തിട്ടിട്ട് പലപ്പോഴും ശ്രമിച്ചു നോക്കി, നടന്നില്ല. അപ്പോൾ ആനന്ദവനം സ്വാമി നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചു കൂടിയിട്ട് സകല പരമ്പരകളും സകല ഗുരുക്കന്മാരും അദ്ദേഹത്തിന് പിന്തുണയായി വരുന്നു. ആ ഗുരുക്കന്മാരുടെ പരമ്പരകൾ മുഴുവൻ അദ്ദേഹത്തിന് പടവടയ്ക്ക് ഒഴുകി വരുന്നു.
എന്തായാലും അദ്ദേഹം നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അവിടെ ഒരു ജാതി സമ്പ്രദായങ്ങളും ഒന്നും നമ്മൾ അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഷാർപ്പാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ പലതുപോലെയല്ല, കാരണം അദ്ദേഹം പറയുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും, നടത്തും. ആ വാക്കുകളിൽ, ആ കണ്ണുകളിൽ പോലും ആ ഒരു ഇതുണ്ട്, തീക്ഷ്ണതയും അഗ്നിയും, മാത്രമല്ല കൃത്യതയുണ്ട്. കൃത്യത, അതാണ് ആ ഒരു പ്രിസൈസ്നെസ് വേണം. യഥായഥാഹി ധർമ്മസ്യ എന്ന് പറയുമ്പോൾ ഗ്ലാനി എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ വരുന്നത് പോലെ 10 വർഷം മുമ്പ് ഇങ്ങനെ മനുഷ്യനില്ലേ അവിടെ, നമ്മളാരും കേട്ടിട്ടില്ല. അതെ അതെ അതെ, പൊട്ടി വീണ പോലെ പാരച്ചൂട്ടിൽ വന്നിറങ്ങിയ പോലെ വരികയാണ്. അതായത് അത്രയും അപകടാവസ്ഥയിലാണ് കേരളം എന്നാണ് അപ്പോൾ പ്രകൃതി പറയുന്നത്. കമ്മ്യൂണിസത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വളരെ ഷാർപ്പായിട്ട് അദ്ദേഹം പറഞ്ഞു. കാരണം വെച്ചാൽ ഒരു സൈക്കോപാത്ത് തന്നെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. കാരണം വേറെ ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം അത് അതിലൂടെ കടന്നു വന്നിട്ട് എന്താ മാർക്സ് എന്ന് പറയുന്നത് ഒരാളും തർക്കിക്കാൻ പറ്റില്ല. കാരണം ഒന്നും അദ്ദേഹത്തിന് തർക്കിക്കാൻ പറ്റില്ല. അദ്ദേഹം അത് പഠിച്ചു പറഞ്ഞു. അതെ അതെ അതെ. പിന്നെ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആ പ്രിസൈസ് ഷാർപ്പായിട്ട് പറയുന്നുള്ളതാണ്, അതിൻ്റെ അപ്പുറം വേറെ ഇല്ല. അങ്ങനെയുള്ള ആചാര്യന്മാരാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമെന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കൺമറ കെട്ടി പലതിലേക്കുള്ള ഒരു തരം ടാക്ടിക്സുകൾ മാറ്റിയിട്ട് എക്സാക്റ്റായിട്ട് ദിസ് ഈസ് ഹിന്ദുയിസം, നമുക്ക് അങ്ങനെ പറയാനായിട്ട് നിവർന്നെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സ്വാമി വിവേകാനന്ദൻ. നട്ടല് നിവർന്നെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ ഇന്ന് കാണുന്നത് ആനന്ദൻ സ്വാമി. അതുപോലെ നിവർന്നെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവൻ വന്നു. ചതിക്കപ്പെട്ട ആണ് തീർച്ചയായിട്ടും. വേറെ പലരും പറയുമ്പോഴേ ഈ ആൾക്ക്, അതാണ് ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ലോജിക്കലായിട്ട് ഇപ്പം പറയുന്ന പല കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നെങ്കിലും കൃത്യമായിട്ട് തണ്ടല് നിവർത്തി ഒരാളെന്ന് പറയുന്നത് ഇതാണ് വഴി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആളുടെ അടുത്ത് ആളുകൾ പോവും. ഇപ്പം ഈ ഒരാൾ വളരെ മോശക്കാരനാണെങ്കിലും എന്ത് തരത്തിലുള്ള അഴിമതി ചെയ്താലും എന്തിൻ്റെ മുമ്പിലേയും കൂസാതെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഇരട്ടച്ചങ്കനെന്നോ എന്തെങ്കിലും പേര് വിളിച്ചാലും ശരി, നമ്മൾ അദ്ദേഹത്തിനെ ഒരു നേതാവായിട്ട് അംഗീകരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരാളില്ലാതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീർച്ചയായിട്ടും അത് വന്നിരിക്കുന്നു. കാരണം വെച്ചാൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ അതിൽ പങ്കെടുത്തിട്ടില്ല. SNDP NSS പങ്കെടുത്തിട്ടില്ല, ശിവഗിരി മഠം പങ്കെടുത്തിട്ടില്ല. ഇങ്ങനെ ആരുമില്ലാതെയും ഹിന്ദുക്കൾ മുഴുവൻ അവിടെ വന്നു. അതെ, അതാണ് അങ്ങനെ ഒരാളുടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം നൽകിയ ധൈര്യവും പിന്തുണയും ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം കൃത്യമായിട്ട് നടത്തിയപ്പോൾ ഹിന്ദുവിന് ധർമ്മം ഉണർന്നു, ഭയം മാറി, കൃത്യമായിട്ട് ഹിന്ദു വന്നു. അപ്പോൾ അത് പ്രകൃതിയുടെ നിയോഗമാണ്, അത്രേ ഉള്ളൂ. അപ്പം ഞാനിവിടെ പറഞ്ഞപ്പോൾ ദേവതകളെ മുഴുവൻ ബന്ധനം അഴിച്ചു വിട്ടു. ഇതിൽ ഭയക്കുന്നൊരു വിഭാഗം വീണ്ടും ബന്ധിക്കാൻ നോക്കില്ല എന്ന് ചോദ്യം വരും. എനിക്ക് ഭയമില്ല. കാരണം ഇനി ദേവതയെ ബന്ധിക്കാൻ നോക്കിയത് ഓർമ്മയുണ്ടാവുള്ളൂ. അതിനും കൂടി ചേർത്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇനി ദേവതയെ തൊടാൻ വരുന്നവന് എന്ത് കിട്ടുന്നുള്ളത് അറിഞ്ഞിട്ട് നമുക്കൊരു നേതാവ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ഭാരതം തന്നെ ലോകത്തിൻ്റെ മുമ്പ് നെഞ്ചു വിരിച്ചിരിക്കുന്നതിന് കാരണം നമുക്ക് അത്രയും ഇതായിട്ടുള്ള നേതാവുണ്ട്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് എന്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ആദിവാസികളെയും ബാക്കി തന്നെ മൃഗങ്ങളെയും അവരെ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വരാൻ പോകുന്നു, അത് ധർമ്മമാണോ? രാവിലെ ഒരാളെൻ്റെ തർക്കിച്ചതേ ഉള്ളൂ, അത് സനാതനമാണോ? സനാതനം എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നതല്ലേ? ഞാൻ പറഞ്ഞു, ധർമ്മത്തിന് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ ചില രീതികളുണ്ട്. ഇപ്പോൾ ഈ പിന്നെ കൃഷ്ണനും അർജുനും കൂടെ ചേർന്ന് ഒരു വനം ഖാണ്ഡവനം ദഹിപ്പിച്ചു, അത് ധർമ്മമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാനും മറുപടിയില്ല. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഇത് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരാൾ നിന്നിട്ട് വരൂ, എൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടാവും. അല്ല, ഇപ്പോൾ ഈ സനാതനത്തിനെ കുറിച്ച് ഉദാഹരണത്തിന് ഇവിടെ മഹാമാഘം നടക്കുന്ന സമയത്ത് പറഞ്ഞത് ഭാരതപ്പുഴ എല്ലാം മലിനാവാൻ പോകും, അത് നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആളാണ് കുംഭമേളയെ കുറിച്ചുള്ള കഥ പറഞ്ഞു. ഇവിടെ എങ്ങനെ കുംഭമേള വരണത്? കുംഭമേളയൊക്കെ പ്രയാഗിലൊക്കെ അല്ലേ? അവിടെയാണ് ഗംഗ, അവിടെയാണ് അമൃത്. അവിടെ അമൃതമില്ല ഗംഗയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് അതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇവരുടെ ഉദ്ദേശം കേരളം വിഘടിക്കണം, കേരളത്തിൻ്റെ ഉള്ളിൽ വീണ്ടും വിഘടിക്കണം, തമിഴ്നാട് വേറെ പോകണം, ഉത്തരേന്ത്യൻ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വേറെ പോകണം. ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് ഇതൊക്കെ ഈ നരേന്ദ്രമോദിയെ പോലെയും അമിത്ഷാനെ പോലെയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അജിത് ഡോവൽ, അങ്ങനെ കുറേ ആൾക്കാർ ഇരുന്ന് നടക്കില്ല. അപ്പോൾ പിന്നെ അവർ ചിരിച്ചാലും കുഴപ്പമില്ല, അവർ ചിരിച്ചു കാണില്ല, സൈഡിലേക്ക് ഒരു കോടിയെ ചിരി അങ്ങനെ ചിരിക്കാൻ പോട്ടെ മനുഷ്യൻ എന്ന് പറഞ്ഞ് കുറ്റം പറയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനൊന്നും യാതൊരു അർത്ഥമില്ല. അവർ പഴയ ഭാരത ഖണ്ഡത്തിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 80 കൊല്ലം സ്വർണ്ണത്തളിയിൽ വെച്ച് കൊടുത്തല്ലോ, എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ജ്യോതിബാസിനെ പ്രധാനമന്ത്രി ആക്കാന്ന് പറഞ്ഞില്ലേ, അന്ന് നമ്പൂതിരിപ്പാടല്ലേ പറ്റില്ല എന്ന് പറഞ്ഞത്. ആയിട്ട് ഭരിച്ച് നന്നാക്കായിരുന്നില്ലേ? കയ്യിൽ കിട്ടിയ എല്ലാ അവസരങ്ങളും കളഞ്ഞു വിളിച്ചിട്ട് മര്യാദയ്ക്ക് ഒരുത്തം ഭരിക്കുന്ന കാണുമ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അംഗീകരിച്ചു. അവിടെ പോയാലും കയ്യടിയുണ്ട്. ഈ നാട്ടിൽ മാത്രം നമുക്കിപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിലും പോയിട്ട് പറഞ്ഞത് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ഇതായിരുന്നു. കാരണം വെച്ചാൽ തിരിച്ചു വേണ്ട പൈസ കൂടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചിട്ട് അവർ പാസ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഭാരതത്തിൻ്റെ ഇപ്പോൾ മാർപ്പാപ്പയെ കാണാനായിട്ട് ഇവിടുന്ന് പോയ ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് വന്നു പറഞ്ഞപ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരെ അകത്തോട്ട് കയറ്റി വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലോകം മൊത്തം നമ്മളെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാരതീയനാണെന്ന് പറയുമ്പോൾ ആ പഴയ ഒരു ഇത് നമുക്ക് വരുന്നുണ്ട്. അതിന് കാരണം ആ ഒരു നേതൃസ്ഥാനം തന്നെയാണ്. ഒരു സംശയമില്ല. നമുക്കിപ്പോൾ പണ്ടൊക്കെ
ഇന്ത്യൻ ചൈന തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ അപകടമാവില്ല നമ്മൾ തോൽക്കുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരു പേടിയില്ല. കാരണം ലോകം മുഴുവൻ ബോംബിനെ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മളോട് ഹോളി ആഘോഷിക്കുന്നു, ക്രിക്കറ്റ് കളി കാണുന്നു, ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും പേടി നമുക്കുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതിനുശേഷം എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നു. ഒരു വൃത്തികെട്ട മണമുണ്ട് റെയിൽവേ എന്ന് പറഞ്ഞാൽ. കാരണം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും വിസർജിച്ച് നാട് മുഴുവൻ വെതറിപ്പോയിരുന്ന ഒരു കാലം. ഞാൻ ട്രെയിനിൽ കയറാതെ എവിടെ പോകണമെങ്കിലും ബസ്സിലാണ് പോയിരുന്നത്. അതിനുശേഷം ഒരു 5 കൊല്ലം ആയിട്ടുള്ളൂ ഞാൻ വീണ്ടും ട്രെയിൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ സിസ്റ്റം മാറിയത് ഞാൻ അപ്പോൾ അറിയുന്നത്. ഇത് ഇവിടെ ഭരിച്ചിട്ടുള്ള ഇതുവരെ ഭരിച്ച ഒരു സർക്കാരും ശ്രദ്ധിക്കാത്ത കാര്യം, എൻ്റെ മനസ്സ് വിഷമിച്ചിരുന്ന കാര്യം, ഇപ്പോൾ എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദി ഭരിച്ചതിന് ശേഷമാണെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞാൽ അതിൽ പെരിച്ചാഴിയും എലിയും വൃത്തികെട്ട എല്ലാ ജീവികളും. ഇത് യൂറോപ്യൻസൊക്കെ വന്ന് ടൂറിസ്റ്റുകൾ വന്ന് കണ്ടു നിന്നിട്ട് അവർ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് എന്ത് വൃത്തികെട്ട പിക്ചറായിരിക്കും കൊടുക്കുക എന്നുള്ള വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നിപ്പോൾ ഞാൻ അഭിമാനത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. അത് ഈ ഭരണം വന്നതിന് ശേഷം തന്നെയാണ്. അത് BJP ഭരിച്ചോ കോൺഗ്രസ് ഭരിച്ചോ കമ്മ്യൂണിസ്റ്റോ എൻ്റെ വിഷയമല്ല. ഈ സർക്കാർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാനത് കണ്ടിട്ടുണ്ട്. പിന്നെ കള്ളപ്പണം നിരോധിക്കില്ല. ഇതിന് നോട്ട് നിരോധിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കള്ളപ്പണം കുത്തിമറിയായിരുന്നു. അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ വാങ്ങാവുന്ന വിലയിലേക്ക് വില ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റത് അങ്ങനെയല്ല. നമ്മൾ നാട്ടിൽ തന്നെ 1 കോടി രൂപയ്ക്ക് പുറത്തുണ്ടായിരുന്ന ഒരു സെന്റിന് അങ്ങനെയൊന്നും ഒരിക്കലും വിലയില്ല. അത് ഇവർ കയറ്റി വെച്ചിട്ട് വിലയാണ്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയണത് ശാസ്ത്രമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ ചൊവ്വയിലേക്കും പോകുന്നുണ്ട്. സൈനിക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിർത്തിയിൽ ശാസ്ത്രം ഇവർക്ക് മനസ്സിലാകത്തിന്റെ കുഴപ്പമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പാർലമെന്റ് ഈ ത്രികോണാകൃതിയിൽ നമ്മളിപ്പം പുതുതായിട്ട് പുനർനിർമ്മിച്ചു. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലായാലേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചാലോ. മനസ്സിലാവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കവത്തിയ കുളത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യം ഉണ്ടെങ്കിൽ ഇവരോടൊന്നും പറഞ്ഞ സമയം കളഞ്ഞ കാര്യമില്ല. ഇത് ഒരു ഇതെന്നെ പറയാം, എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവർ തോറ്റു എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സമയം കളയാതിരിക്കാൻ മാത്രമേ. കാരണം നമ്മൾ അതിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് ആ ഭാഗം അറിയാം. ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വല്ല ഒരു ആന്തം പറയും. പുച്ഛമാണ് അടിസ്ഥാനം. എല്ലാവരോടും എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാഗം അത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പാർട്ടി വിട്ടിട്ടും അതിൻ്റെ ഛായ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊന്നും അറിയില്ല എന്നുള്ള വിനയത്തിലേക്ക് ഇറങ്ങുന്നത്. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. പിന്നെ ചോദിക്കുന്ന സമയത്ത് ആയിരിക്കാം അങ്ങനെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഞാൻ അടിച്ചു പറയും നാഗദിനെ നാഗമണിക്ക് കണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇപ്പം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ടില്ല. ശരി. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു ഷൂട്ട് കഴിച്ച് നല്ല തിരക്കിലും അതുപോലെ തന്നെ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും. ക്ഷീണം കാണില്ല. അതെ. നിങ്ങൾ ആ യാത്രയുടെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. നാളെ തിരിച്ചു പോകും അല്ലേ? ശരി. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും കുറച്ചുകൂടെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. എന്തായാലും ഇത്രയും സമയം അനുഭവിച്ചതിനും. കാരണം ഞാൻ ചോദിച്ചത് എൻ്റെ മാത്രമല്ല, കാരണം പല ആളുകളും അറിയാനായിട്ട് അവരുടെ ഒരു മുഖമായിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊരു സമയം അനുഭവിച്ചതിനും ഇത്രയും സമയം നന്നായിട്ട് നമ്മളുമായിട്ട് സംസാരിച്ചതിനും വളരെ സന്തോഷം. തീർച്ചയായിട്ടും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.